എന്തുകൊണ്ട് ഇറാൻ സിംഗപ്പൂർ കപ്പലിനെ ആക്രമിച്ചു? അമേരിക്കയുമായിട്ട് ഒരു MOU സൈൻ ചെയ്ത് ആ പ്രദേശത്തെ പ്രശ്നങ്ങൾ തീരുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകുമ്പോൾ ഇപ്പോ ഇറാൻ ആക്രമിക്കാനുള്ള കാരണം എന്താണ്? യഥാർത്ഥത്തിൽ ഇറാന്റെ ഭാഗത്താണോ തെറ്റ്, അതോ വേറെ വല്ലതുമായിരുന്നു അതിന്റെ കാര്യം? അതായത് ഇപ്പോ നമ്മള് ഒരു കാര്യത്തിൽ ചർച്ച നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ആ ചർച്ചനെ ബൈപ്പാസ് ചെയ്ത് അല്ലെങ്കിൽ അതിൽ പറയുന്ന കാര്യങ്ങൾ ബൈപ്പാസ് ചെയ്തിട്ട് വേറെ ചില പരിപാടികൾ ബാക്കിലൂടെ ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ എങ്ങനെയുണ്ടാവും? അതേ പരിപാടിയാണ് യഥാർത്ഥത്തിൽ അമേരിക്ക നടത്തിയത് എന്ന് വേണം നമുക്ക് പറയാൻ. പക്ഷെ ഇറാന്റെ കയ്യില് ഈ പറയുന്ന അറ്റാക്കില് കംപ്ലീറ്റ് ന്യായം ഇറാന്റെ കയ്യിലാണെന്നുള്ളത് നമുക്ക് പറയാനും പറ്റത്തില്ല. അതായത് കാര്യം ഇതാണ്, ഇറാന് ഹോർമൂസിന്റെ ടോട്ടൽ കൺട്രോൾ വേണം. ഇറാനിലൂടെ കടന്നു പോകുന്ന കപ്പലുകള് ഏതൊക്കെയാണ്, എന്താണ് അതിലുള്ള ഗുഡ്സ്, ഇതെല്ലാം ഇറാൻ അറിഞ്ഞിരിക്കണം. ഇറാന്റെ സമ്മതപ്രകാരം ഇറാൻ നിശ്ചയിച്ചിട്ടുള്ള റൂട്ടിലൂടെ മാത്രമേ ഈ കപ്പലുകൾ കടന്നു പോകാൻ പാടുള്ളൂ എന്നുള്ളതാണ് ഇറാന്റെ നിലപാട്. യഥാർത്ഥത്തിൽ ഇറാൻ അങ്ങനെ ഒരു നിലപാട് എടുക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാല് അതൊരു അന്താരാഷ്ട്ര കപ്പൽ പാത ആയതുകൊണ്ട് തന്നെ അതിലൂടെ കപ്പൽ ചാലിലൂടെ എങ്ങനെ വേണമെങ്കിലും കപ്പലുകൾക്ക് പോവാം. പക്ഷെ ഇവിടെ ഒരു പ്രശ്നമുണ്ട്. അമേരിക്കയോ അമേരിക്കൻ സഖ്യകക്ഷികളോ ഇറാനെ ആക്രമിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ആയുധങ്ങളോ മറ്റ് സാധനങ്ങളോ കടത്തുന്നുണ്ടെങ്കിൽ അത് ഇറാൻ അറിയാൻ സാധിക്കത്തില്ല എന്നുള്ളതാണ് പ്രശ്നം. അപ്പൊ അതുകൊണ്ടാണ് ഒരു പ്രഷർ പോയിന്റ് ആയിട്ട് ഇറാന് ഒരു സേ കിട്ടുന്ന രീതിയിൽ ഇറാന് അടിക്കാൻ വരുന്ന ഏത് ശത്രുവിനെയും ഒന്ന് പിടിച്ച് കുലുക്കാൻ പറ്റുന്ന രീതിയിൽ ഒരു ആയുധം, ന്യൂക്ലിയർ വെപ്പണിനേക്കാളും വലിയൊരു ആയുധം ആക്കി ഹോർമൂസിനെ മാറ്റുക എന്നുള്ള ഒരു കാഴ്ചപ്പാടിന്റെയും കൂടെ ഭാഗമായിട്ടാണ് ഇറാന്റെ അനുമതി ഇല്ലാതെ ഇറാൻ നിശ്ചയിക്കുന്ന റൂട്ടിലൂടെ അല്ലാതെ കപ്പലുകൾ കടന്നു പോകാൻ പാടില്ല എന്ന് ഇറാൻ പറയുന്നത്. അവിടെയാണ് ഈ ഇറാന്റെ ത്രെട്ടിനകത്ത് നിന്ന് ഇറാൻ നിശ്ചയിക്കുന്ന റൂട്ടുകളിലൂടെ അമേരിക്കൻ കപ്പലുകൾ കടന്നു പോകാൻ ഒരിക്കലും അമേരിക്ക ആഗ്രഹിക്കത്തില്ല. അപ്പോഴാണ് ഈ ഒമാനുമായി കൂടിച്ചേർന്നിട്ട് പുതിയൊരു കപ്പൽ പാത ഉണ്ടാക്കാൻ അമേരിക്ക ശ്രമിക്കുന്നത് ഒമാന്റെ തീരത്തൂടെ. യഥാർത്ഥത്തിൽ ഈ ഹോർമൂസിലൂടെ എല്ലാ സ്ഥലത്തിലൂടെയും കപ്പൽ ഓടിക്കാൻ പറ്റുമെന്ന് ചോദിച്ചാൽ ഇല്ല. ചില ഭാഗങ്ങളിലൂടെ ചില ദ്വീപുകളൊക്കെ ചുറ്റി മാത്രമേ കപ്പലിന് സഞ്ചരിക്കാൻ സാധിക്കത്തുള്ളൂ. അപ്പോഴാണ് സാധാരണയായിട്ടുള്ള ഇറാന്റെ തീരത്തോട് ചേർന്നിട്ടുള്ള ഈ പറയുന്ന റൂട്ട് മാറ്റിയിട്ട് ഒമാന്റെ തീരത്തൂടെ മറ്റൊരു റൂട്ട് ഇവര് ക്രിയേറ്റ് ചെയ്യുന്നത്. റൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് മറ്റൊരു ജലപാതേനെ സെലക്ട് ചെയ്യുന്നത്. ആ പാതയിലൂടെ കടന്നു പോയിട്ടുള്ള കപ്പലിനെയാണ് യഥാർത്ഥത്തിൽ ഇറാൻ ആക്രമിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. ഇറാൻ പറയുന്നത് ഈ പറയുന്ന ഇറാൻ നിശ്ചയിക്കുന്ന ഇറാൻ പറയുന്ന റൂട്ടിലൂടെ മാത്രം ഇറാന്റെ അനുമതിയോട് കൂടെ മാത്രമേ നിങ്ങൾ സഞ്ചരിക്കാൻ പാടുള്ളൂ എന്ന് പറയുകയും അതില്ലാതെ അമേരിക്കയും ഒമാനും കൂടെ നിശ്ചയിച്ചിട്ടുള്ള പുതിയ റൂട്ടിലൂടെ സഞ്ചരിച്ച കപ്പലിനെയാണ് യഥാർത്ഥത്തിൽ ഇറാൻ ഇപ്പൊ ആക്രമിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. അപ്പൊ ഇതിൽ യഥാർത്ഥത്തിൽ ഇറാന്റെ ഒരു പേടി കൂടെ ഇങ്ങനെ റൂട്ട് വരുന്ന കാര്യത്തിലുണ്ട്. അതായത് ഏറ്റവും വലിയ സൈനിക ശക്തി, ഏറ്റവും കൂടുതൽ യുദ്ധവിമാനങ്ങളും നാവികസേനയും കരസേനയും ഏറ്റവും പുതിയ ആയുധങ്ങളൊക്കെ ഉള്ള അമേരിക്കയെ ഇറാൻ യഥാർത്ഥത്തിൽ മുട്ടുകുത്തിച്ചത് ഈ പറയുന്ന ഹോർമൂസ് എന്ന് പറയുന്ന ഒരു ചോക്ക് പോയിന്റ് ഇറാന്റെ കയ്യിലുള്ളത് കൊണ്ട് മാത്രമായിരുന്നു. ഇല്ല എന്നുണ്ടെങ്കിൽ ഈ പറയുന്ന രീതിയിലുള്ള മറ്റൊരു ഗസായി മാറിയേനെ യഥാർത്ഥത്തിൽ ഇറാൻ. അത്തരത്തോളം നമ്മൾ സൂപ്പർസ്റ്റിഷ്യസ് ആയിട്ട് പറയുന്നില്ലെങ്കിൽ കൂടെ ഇപ്പൊ ഇറാന് കിട്ടിയ ഒരു വിജയം യഥാർത്ഥത്തിൽ ഇറാന് കിട്ടത്തില്ലായിരുന്നു എന്നുള്ളതാണ്. കാരണം ആ ചോക്ക് പോയിന്റ് ബ്ലോക്ക് ആയി കഴിഞ്ഞാല് അത് ബാധിക്കുന്നത് അമേരിക്കയെയോ ഇറാനെയോ മാത്രമല്ല, അത് അന്താരാഷ്ട്ര മാർക്കറ്റിനെയാണ് യഥാർത്ഥത്തിൽ ബാധിക്കുന്നത് എന്നുള്ളതാണ്. ഇവിടെ ഇറാൻ അടച്ചു കഴിഞ്ഞാല് അമേരിക്കയിലുള്ള 1 കിലോ അരിയുടെ വില കൂടും എന്നുള്ളതാണ് അതിന്റെ സ്പൈറലിംഗ് എഫക്റ്റ് എന്ന് പറയുന്നത്. ഇതാണ് യഥാർത്ഥത്തിൽ ഇറാന്റെ പിടിവള്ളിയും. അപ്പൊ ഈ ഒരു പിടിവള്ളിനെ ഇറാന്റെ കയ്യിൽ നിന്നും നഷ്ടപ്പെടുന്ന കാര്യം ഇറാൻ ഒരു കാരണവശാലും ആഗ്രഹിക്കത്തില്ല. ഇറാൻ ഒരു കാരണവശാലും പുതിയൊരു റൂട്ടിനെ അവിടെ അംഗീകരിക്കത്തുമില്ല. അപ്പോ അങ്ങനെ പുതിയൊരു റൂട്ട് സ്വീകരിക്കുന്ന കപ്പലുകൾക്ക് എന്ത് സംഭവിക്കുമെന്ന് മറ്റ് കപ്പലുകൾക്കും മറ്റ് കമ്പനികൾക്കും അമേരിക്കക്കും ഒമാനൊക്കെ ഉള്ള മുന്നറിയിപ്പായിട്ടാണ് യഥാർത്ഥത്തിൽ ഇറാൻ ഈ പറയുന്ന സിംഗപ്പൂർ കപ്പലിനെ ഇറാൻ ആക്രമിച്ചത് എന്നുള്ളതാണ്. ഇനി അതില്ല എന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? ഇപ്പോ ഈ പറയുന്ന ബഹ്റൈൻ കേന്ദ്രമായിട്ട് പ്രവർത്തിക്കുന്ന അമേരിക്കയുടെ 5th ഫ്ലീറ്റ് എന്ന് പറയുന്ന ആ ഒരു 5ാം കപ്പൽപ്പട, ഈ കപ്പൽപ്പട കുറച്ചുകൂടെ ശക്തമായിട്ട് മാറും അവിടെ. കാരണം ഇറാന്റെ അനുമതിയോ ഇറാന്റെ നിരീക്ഷണമോ ഇല്ലാണ്ട്
അമേരിക്കൻ കപ്പലുകൾക്ക് സുഗമമായി സഞ്ചരിക്കാൻ പറ്റുന്ന പുതിയൊരു പാത അവിടെ നിർമ്മിക്കപ്പെടുകയാണ് എന്നുള്ളതാണ്. ആ പാതയിലൂടെ യഥാർത്ഥത്തിൽ അമേരിക്കക്ക് വേണ്ട ആയുധങ്ങളും അതേപോലെ തന്നെ സൈനികമായിട്ടുള്ള കാര്യങ്ങളും ഈ പാതയിലൂടെ അമേരിക്കക്ക് വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാനും പറ്റും. ഇപ്പൊ തന്നെ നമുക്കറിയാം, ഇപ്പോ ഈ കപ്പൽ പാത അടച്ചില്ല എങ്കിൽ കൂടെ വലിയ ഒരു കടൽ ഒരു കടൽ തീരം യഥാർത്ഥത്തിൽ സൗദി അറേബ്യക്കുണ്ട്. ഇപ്പൊ സൗദി അറേബ്യയുമായിട്ട് കണക്ട് ചെയ്തിട്ട് ഈ പറയുന്ന ഖത്തർ, കുവൈത്ത്, ബഹ്റൈൻ പോലുള്ള രാജ്യങ്ങളിലേക്ക് അവർക്ക് കാര്യങ്ങൾ എത്തിക്കാവുന്നതേ ഉള്ളൂ. പക്ഷെ എന്നിരുന്നാൽ കൂടെ അതെല്ലാം ചെലവേറിയതാണ്. മരുഭൂമിയിലൂടെയുള്ള ദിവസങ്ങൾ നീണ്ട യാത്രയും അതിലുള്ളത് കൊണ്ട് തന്നെ ഈ കപ്പൽ മാർഗം തന്നെയാണ് അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഏറ്റവും കൂടുതൽ ആശ്രയിക്കാൻ പറ്റുന്നത്. അപ്പോ ഇങ്ങനെ ഒരു കപ്പൽ മാർഗം ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ അതിലൂടെ ഇപ്പൊ ഓൾറെഡി ഇവർക്ക് നഷ്ടപ്പെട്ടിട്ടുള്ള പാട്രിയോട്ട്, താഡ് പോലുള്ള മിസൈലുകൾ റീഫിൽ ചെയ്യാൻ അവർക്ക് സാധിക്കും. അതേപോലെ തന്നെ ഇവരുടെ ബേസുകൾ പുനർനിർമ്മിക്കാനും അവർക്ക് വളരെ ഈസി ആയിട്ട് സ്ഥാപിക്കും. അത് മാത്രമല്ല അവിടുത്തെ പട്ടാളക്കാരുടെ ഈ പറയുന്ന റീലൊക്കേഷനെയും മൂവ്മെന്റിനെയൊക്കെ അവർക്ക് വളരെ ഈസി ആയിട്ട് ഇറാന്റെ മോണിറ്ററിംഗ് ഇല്ലാതെ തന്നെ ഇവർക്ക് ചെയ്യാൻ സാധിക്കും എന്ന് പറയുന്ന പല അനുകൂല ഘടകങ്ങളും ഈ പറയുന്ന ഒമാൻ തീരത്തൂടെ പുതിയ ഒരു റൂട്ട് ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ അമേരിക്കക്ക് സാധിക്കും. ഇത് സാധിക്കുകയാണെന്നുണ്ടെങ്കിൽ യഥാർത്ഥത്തില് ഇറാൻ പിന്നെ ഉണ്ടാവത്തില്ല, ഇറാന് പിന്നീട് ഈ പറയുന്ന രീതിയിലുള്ള കാര്യങ്ങൾ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല എന്നുള്ള ഉത്തമ ബോധ്യം ഇറാനെ സംബന്ധിച്ചിടത്തോളം ഉണ്ട് എന്നുള്ളതാണ്. അപ്പോ ഈ ബോധ്യത്തിന്റെ പുറത്താണ് ഇപ്പോ ഈ പറയുന്ന കപ്പലിന് നേരെ ഇറാൻ ആക്രമണം നടത്തിയിരിക്കുന്നത്. അപ്പൊ ഇങ്ങനെ ഒരു ആക്രമണം നടത്തുമ്പോ ഇങ്ങനെ ഒരു റൂട്ട്, ഏറ്റവും ഡേഞ്ചർ ആയിട്ടുള്ള റൂട്ട് അവിടെ നിലനിൽക്കുന്നുണ്ട് എങ്കിൽ ഒരു കപ്പൽ കമ്പനികളും ആ റൂട്ട് ചൂസ് ചെയ്യത്തില്ല ഇനി. കാരണം ആ റൂട്ടിലൂടെ പോവാൻ ഉദ്ദേശിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരു ഇൻഷുറൻസ് ഏജൻസിയും ഒരു കപ്പലിനും ഇൻഷുറൻസ് കൊടുക്കത്തില്ല. ഇൻഷുറൻസ് ഇല്ലാതെ ഒരു കപ്പൽ മുതലാളിയും ഒരു ഇഞ്ച് മുന്നോട്ട് കപ്പലിനെ നീക്കത്തുമില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട പോയിന്റ്. അപ്പോ അവിടെ തന്നെയാണ് ഇറാൻ ഇപ്പൊ പിടിക്കുകയും കൂടെ ചെയ്യുന്നത് എന്നുള്ളതാണ്. ഇനി ഇറാന്റെ അനുമതിയോട് കൂടെ ഇറാന് കൊടുക്കാനുള്ള ഫീസോ ടോളോ ഒക്കെ കൊടുത്തിട്ട് ഈ പറയുന്ന ഇറാൻ നിശ്ചയിക്കുന്ന റൂട്ടിലൂടെ കപ്പലുകൾക്ക് സഞ്ചരിക്കുന്നതായിരിക്കും കപ്പലുകൾക്കും കപ്പൽ ഓണേഴ്സിനും ഏറ്റവും സുഗമമായിട്ടുള്ള കാര്യം എന്നുള്ളതാണ് ഇതിൽ കാണണ്ടേ. അപ്പൊ അതിലേക്കുള്ള വഴി വെട്ടുക, അതിനെ തടയിടുന്ന ഏതൊരു മൂവ്മെന്റിനെയും എന്ത് വില കൊടുത്തും ഇല്ലാതാക്കുക എന്നുള്ള ഇറാന്റെ ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് യഥാർത്ഥത്തിൽ ഈ പറയുന്ന സിംഗപ്പൂർ കപ്പലിനെ ഇറാൻ ഇപ്പോ ആക്രമിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്.